പവൻ ഗോൾ തിരൂർ. താനൂർ മുക്കോലയിലും പരിയാപുരത്തും തെരുവ് നായയുടെ ആക്രമണം. കുട്ടികളടക്കം 3 പേർക്ക് കടിയേറ്റു. ഒരാടിനും വളർത്തു നായ്ക്കും കടിയേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച രാത്രി 7:30യോടെയാണ് സംഭവം. പ്രദേശത്ത് തെരുവ് നായകളുടെ ശല്യം രൂക്ഷമാണെന്ന പരാതിയുണ്ട്. വെള്ളിയാഴ്ച രാത്രി 7:30യോടെയാണ് തെരുവുനായുടെ ആക്രമണമുണ്ടായത്. താനൂർ മുക്കോല പരിയാപുരം ഭാഗങ്ങളിലായി കുട്ടികളടക്കം 3 പേർക്കാണ് തെരുവുനായുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. കൂടാതെ ഒരാടിനും വളർത്തു നായ്ക്കും കടിയേറ്റിട്ടുണ്ട്. ഇന്നലെ ഒരു 7 മണിക്കാണ് കുട്ടികൾക്ക് ഇത് സംഭവിച്ചത്. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊരു കല്യാണം ഉണ്ടായിരുന്നു. ആ കല്യാണത്തിന് 5-6 കുട്ടികൾ ഒന്നിച്ച് പോവുകയായിരുന്നു. അപ്പോഴാണ് ഈ തെരുവുനായ ശല്യം ഉണ്ടായത്. 2 കുട്ടികളെ വളരെ കടിച്ച് പരിക്കേൽപ്പിച്ചു. കൂടാതെ ആ നായയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ആ നായ വെപ്പ് നായയാണോ എന്ന് സംശയിക്കുന്നുണ്ട്. ഒരുപാട് ആടുകളെ കടിച്ചിട്ടുണ്ട്, നാക്കാലികളെ കടിച്ചിട്ടുണ്ട്. കൂടാതെ ഞങ്ങൾ ആ വീട്ടിൻ്റെ അടുത്ത് തന്നെ മുതിർന്ന ഒരു പയ്യനെ കടിച്ചിട്ടുണ്ട്. അവൻ മെഡിക്കൽ കോളേജിലാണ്. അപ്പോൾ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾക്ക് കോഴി ഫാമുണ്ട്. ഈ എല്ലാ ദിവസങ്ങളും നൂറ്റിക്കണക്കിന് നായകളെന്ന് തന്നെ പറയാം. 2-3 സെറ്റുകളായിട്ട് നായ്ക്കൾ തമ്പടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതിന് മുനിസിപ്പാലിറ്റിയോ സർക്കാരോ എന്താണോ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഉടനെ ചെയ്യണം. വിദ്യാർത്ഥികളായ ദാന്ദേവ്, ധീരവ് എന്നിവർക്കും ജിഷ്ണുരാജ് എന്നിവർക്കുമാണ് പരിക്കേറ്റത്. പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന പരാതിയുണ്ട്. 43 ഡിവിഷനിലും 2 ഡിവിഷനിലും തെരുവുനായ ശല്യം രൂക്ഷമായി ഇരിക്കുകയാണ്. മുനിസിപ്പാലിറ്റി ABC പ്രോഗ്രാം ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. നായകളെ ഷെൽട്ടറിൽ താമസിപ്പിക്കാനുള്ള കാര്യങ്ങളൊന്നും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അത് കാരണം നമ്മളെ വാർഡുകളിൽ തെരുവുനായ ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആക്രമിച്ച തെരുവുനായ അവിടെ കൂടിയിരിക്കുന്ന നായകളെയൊക്കെ ആക്രമിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇനി എന്തൊക്കെ വിഷയങ്ങളാണ് നമ്മൾ മുന്നിൽ വരാൻ പോകുന്നതെന്ന് പറയാൻ വയ്യ. അപ്പോൾ ഇതിനെതിരെ നമ്മൾ കർശനമായിട്ട് മുനിസിപ്പാലിറ്റി ഇടപെടണമെന്നാണ് പറയാനുള്ളത്.